ഈ ചില സഹോദരിമാരല്ലേ ചില പറയാറുണ്ട്, എൻ്റെ പാസ്റ്റർ ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളല്ല. പിന്നെ എങ്ങനെ? ഓ, ഞങ്ങളുടെ ആങ്ങളമാരല്ല, മൂത്താങ്ങളെയും നടുവത്താങ്ങളെയും കൊച്ചാങ്ങളെയും ഞാൻ ഈ വീട്ടിൽ വന്ന് ഞാനിങ്ങനൊന്നും ജീവിക്കേണ്ടതല്ല. അപ്പം നമ്മൾ ചോദിക്കും എങ്ങനെ? പിന്നെ എൻ്റെ മൂത്താങ്ങളയ്ക്ക് ബിസിനസ്, നടുവത്താങ്ങളയ്ക്ക് റിയൽ എസ്റ്റേറ്റ്, കൊച്ചാങ്ങളയ്ക്ക് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള സഹോദരിമാരോട് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവദാസൻ എന്നുള്ള നിലയെ പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്നേഹബുദ്ധിയാണ്. മൂത്താങ്ങളുടെയും നടുവത്താങ്ങളുടെയും കൊച്ചാങ്ങളുടെയൊക്കെ കനവും തൂക്കവും വകുപ്പും ഒക്കെ പറയുന്ന കൊള്ളാം, അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നല്ല പൊരിഞ്ഞ ഒരു നാത്തൂൻ അവിടെ ഉണ്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ. ആങ്ങളുടെ കനവും തൂക്കമൊക്കെ പറഞ്ഞ് ബാഗുമൊക്കെ തൂക്കി വണ്ടിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നാത്തൂൻ ഗ്രില്ലെ പിടിച്ചുകൊണ്ട് ചോദിക്കും, തങ്കമ്മ 12-ൻ്റെ വണ്ടിക്കാണ് പോകുന്നത്, 2-ൻ്റെ വണ്ടിക്കാണ്? 2-ൻ്റെ വണ്ടിയാന്ന് അങ്ങ് കുന്നംപുറത്ത് ചെല്ലണം, 12-ൻ്റെ ആന്ന് നമ്മുടെ വാതിക്കേന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഉച്ചയൂണ് തരാൻ പോലും നാത്തൂന് വലിയ താല്പര്യം മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ആങ്ങളുടെ വകുപ്പൊക്കെ പറയുന്ന കൊള്ളാം, അവിടെ നാത്തൂൻ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ ഉണർവുകളിൽ പ്രസിദ്ധമായ ഒരു ഉണർവാണ് പൂവത്തൂർ ഉണർവ്. പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ്റെ കാലത്തുണ്ടായ ഒരു ഉണർവാണ് പൂവത്തൂർ ഉണർവ്. അപ്പം അന്ന് വിശേഷമായ പ്രസംഗത്തിന് വന്നതിൽ ഒരാളാണ് തങ്കയ്യാച്ചൻ, അതായത് PAV സാംസാറിൻ്റെ പിതാവ് ART അതിശയം തങ്കയ്യാച്ചൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ ഉണർവ് ചരിത്രം പഴമക്കാർ പറഞ്ഞുള്ള അറിവാണ്. ഈ ഉണർവ് അങ്ങോട്ടുണ്ടായപ്പോൾ ഓരോരുത്തർ പാപങ്ങളേറ്റ് പറയാൻ തുടങ്ങി. ഇന്നത്തെ രീതിയല്ലല്ലോ, അന്നത്തെ പാപങ്ങൾ പല രീതികളാണ്, അതിലെ ഏറ്റ് പറയാൻ തുടങ്ങി ഉണർവുണ്ടായപ്പോൾ. ഒരുത്തൻ പറഞ്ഞ് ഞാൻ തെക്കേത്തുണ്ടിയിലെ ഏത്തക്കൊല മോട്ടിച്ചത് ഞാനാന്ന് എന്ന് പുള്ളി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഇതൊന്നും ആരും പറഞ്ഞ് പറയിപ്പിക്കല്ല, തന്നെ പറയാം. അപ്പം വേറെ താളം പറഞ്ഞു ചക്കാലയിലെ കന്നാലിയെ മോട്ടിച്ചുകൊണ്ട് പോയത് ഞാനാന്ന്, ഓരോരുത്തർ എഴുന്നേറ്റ് പറയാം. അപ്പം വേറൊരുത്തൻ പറഞ്ഞു പരുവപ്പറമ്പിലെ കപ്പ 10 മോട്ടിച്ചത് മൂടോടെ പിടിതുകൊണ്ട് പോയത് ഞാനും എൻ്റെ വെമ്പിളയും കൂടെ ആന്നേ രാത്രി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് ഉണർവുണ്ടായപ്പം പാപമേറ്റ് പറയാം, ഉണർവുണ്ടായി. അപ്പോൾ ഉണർവുണ്ടാകാത്ത 1-2 പേര് പുറകിലുണ്ടായിരുന്നു. അതെല്ലാ യോഗത്തിനും എല്ലായിടത്തും ഉണ്ട്, ഇവിടെയും കാണും. എത്ര വന്നാലും ഉണർവുണ്ടാകുകയില്ല. അപ്പോൾ അവർ പുറകിൽ 2-3 കക്ഷികളിലിപ്പോൾ ഉണ്ട്. അപ്പം ഈ ഓരോരുത്തർ എഴുന്നേറ്റ് ഇങ്ങനെ പാപം ഏറ്റു പറഞ്ഞപ്പം പുറകെ ഇരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞെന്നാണ് പറഞ്ഞത്, ഉണർവും കയ്യടിയും പാട്ടും പ്രാർത്ഥനയും കൊള്ളാം, കോയിപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. കാരണം തെളിയാതെ കിടക്കുന്ന കേസാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹസ്രകോടി പോലീസ് പരിശ്രമിച്ചിട്ടൊന്നും തെളിയാത്ത കേസാണ് ഉണർവ് യോഗത്തിൽ തെളിഞ്ഞത്. നമുക്ക് നമ്മുടെ വിഷയമല്ലെങ്കിൽ ആ പ്രയോഗമാണ്. അതുകൊണ്ട് ആങ്ങളുടെ കനവും തൂക്കവും വകുപ്പും ഒക്കെ പറയുന്ന കൊള്ളാം, നാത്തൂനുണ്ടെന്നുള്ള കാര്യവും കൂടെ അത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് സഹോദരിമാരോട് പറയാറുണ്ട്, ചെന്ന് കയറുന്ന വീടാണ് നിങ്ങളുടെ വീട്. ചിലപ്പം ഒരു ചെറ്റപ്പുരയിലായിരിക്കും കൊണ്ടുപോകുന്നത്. മതി, നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കാം. നീ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, ദൈവം നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അല്ലാതെ കൂടെ ആങ്ങളുടെ വീട്ടിലോട്ട് പോകരുത്. മനസ്സിലായി? എന്നാ മനസ്സിലാക്കാനാ ചെയ്യുന്നത് അനുഭവിക്കുന്ന കാര്യം?